അങ്ങനെ ഓടിച്ച് പോയപ്പോൾ ഒരു വഴിക്ക് വന്നപ്പോൾ പുള്ളി അപ്പോൾ ഓപ്പോസിറ്റ്, അതായത് ഒരു ലൈനുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഈ ലൈൻ അങ്ങോട്ടും ആ ലൈൻ ഇങ്ങോട്ടും, ഒരു വലിയ ട്രക്ക് വരിക. ട്രക്ക് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി വെട്ടിച്ച്. എന്നിട്ട് അവിടെ ഒരു മരമുണ്ട്, ഞാനിങ്ങനെ മരത്തിൻ്റെ അവിടെ ചെന്നു. പുള്ളി ബ്രേക്ക് വെട്ടി വണ്ടി നിർത്തി. ഞാൻ വണ്ടി നിർത്തി. ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ മരത്തിൻ്റെ മേലേക്കല്ല ഓടിക്കണം, റോട്ടിക്കൂടെ ഓടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മാക്സി, നമുക്ക് മാക്സിന്ന് വിളിക്കും. അപ്പോൾ ഞാൻ മാക്സി നമുക്ക് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞങ്ങൾ വഴിയുടെ സൈഡിൽ വണ്ടി നിർത്തുന്ന സ്ഥലത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു പ്രശ്നമുണ്ട്. അതായത് എന്നെ ചെറുപ്പത്തിൽ വണ്ടി എടുത്തിട്ട് എനിക്കൊരു ട്രോമ എടുക്കുന്നുണ്ട്. അതായത് എനിക്ക് വണ്ടി കാണുമ്പോൾ പേടിയാണ്, എതിരെ വരുന്ന വണ്ടി കാണുമ്പോൾ എൻ്റെ ശരീരം ഫ്രീസാവാണ്. പിന്നെ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ ചെയ്യണം. നീ ഇപ്പം അനുഭവിച്ചിട്ടുണ്ടാവും ഓൾറെഡി ഇങ്ങനെ. ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്കതിൽ നിന്ന് പുറത്ത് വരണം, എനിക്ക് ഈ പേടിയിൽ നിന്ന് പുറത്ത് വരണം. അതുകൊണ്ട് അതിനാണ് ഇങ്ങനെ പല പേടികളുണ്ട്. അപ്പോൾ ഓരോ പേടികൾ മാറാൻ ഞാൻ ട്രൈ ചെയ്യുവാണ്. അപ്പം നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് അങ്ങനെ ഞങ്ങളൊരു ടേംസിൽ തുടങ്ങുവാണ്. ടേംസിൽ തുടങ്ങി ഞാൻ എല്ലാ ദിവസവും വണ്ടി ഓടിക്കാൻ പോകും. എല്ലാ ദിവസവും ശനി ഞായർ വായിച്ചിട്ട്. എന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് അവൻ എനിക്ക് ടിപ്സ് തരും, നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ കാണിക്കുന്ന മേജർ തെറ്റുകൾ അവൻ പേപ്പറിൽ എഴുതി ആ സിറ്റുവേഷൻ അവൻ വരച്ച് വെച്ചേക്കും. എന്നിട്ട് അവൻ ക്ലാസ് കഴിയുന്ന സമയത്ത് എനിക്ക് പേപ്പർ തരും. പേപ്പർ വന്നിട്ട് പറയും, ഇതൊക്കെയാണ് നീ ഇന്ന് കാണിച്ച മിസ്റ്റേക്ക്, ഇത് നീ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമൊക്കെ റൗണ്ട് അബൌട്ടിൽ വന്ന സമയത്ത് ഇവിടെ റൗണ്ട് അബൌട്ടിൻ്റെ നടുക്ക് എന്തെങ്കിലും പൂന്തോട്ടോ അല്ലെങ്കിൽ വല്ല പ്രതിമയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഒരു പ്രാവശ്യം വണ്ടി ഓടിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ റൗണ്ട് അബൌട്ടിൽ വെച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, റൗണ്ട് അബൌട്ടിലെ റോഡാണ് നമുക്ക് ഓടിക്കാനുള്ള സ്ഥലം, നടുക്ക് ഉള്ളത് ഒരു ഷോക്ക് വെച്ചേക്കണം, അവിടെ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടില്ല. ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടോ പറയണം, കാരണം ഞാൻ കാണിക്കുന്നത് അതുപോലത്തെ ഉള്ളതായിരുന്നു. എനിക്ക് അറിയില്ലല്ലോ, വണ്ടി പഠിച്ച് വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് പോലും ഇല്ല, നമുക്ക് കാറിലൊന്നും ഇരുന്നിട്ട് പോലും ഇല്ല. എൻ്റെ അമ്മാവൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ കാറിൽ ഇരുന്നേക്കണം, കല്യാണത്തിന് പെണ്ണ് കൊണ്ടുവരാൻ പോകാനായിട്ട് മറ്റേ അംബാസഡറിൽ. അല്ലാണ്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കാറിൽ കയറി. അപ്പം അങ്ങനെ ഞങ്ങൾ ഓടിച്ച് അവസാനം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ തുടങ്ങി, ഈ എത്ര നാളുകൊണ്ട് ഓടിക്കണം പരീക്ഷയ്ക്ക് പോകാം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നോട് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഞാൻ ക്ലിയർ ചെയ്ത് റോഡിൽ നീ പരീക്ഷയ്ക്ക് എങ്ങനെയാലും പാസ്സായി കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ റോട്ടി ഇറങ്ങി കഴിഞ്ഞാൽ നീ കാണിക്കുന്നത് എന്താണെന്ന് നിനക്ക് പോലും അറിയണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, ബാക്കി ഞാൻ അടുത്ത പാർട്ടി പറയാം.